പിണറായി സർക്കാർ പെൻഷൻ മുടക്കിയത് കാരണം ആത്മഹത്യക്കുറിപ്പ് എഴുതിവെച്ച് വീണ്ടും മറ്റൊരു ആത്മഹത്യ കൂടി. കോഴിക്കോട് ചക്കിട്ടപ്പാറയിലെ 77-കാരന് ഭിന്നശേഷിക്കാരനാണ് തൂങ്ങി മരിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിൽ ഇപ്പോൾ പെൻഷനുമായി ബന്ധപ്പെട്ടല്ല മരണമെന്ന് പറഞ്ഞ് കൈമലർത്തുകയാണ് പഞ്ചായത്ത് അധികൃതർ. ഇക്കഴിഞ്ഞ 5 മാസമായി ലഭിക്കാത്ത പെൻഷൻ പണത്തിനായി കയറിയിറങ്ങി മടുത്തതിന് പിന്നാലെ ഗതികേട് കൊണ്ടാണ് മുതുകാട് വളയത്ത് ജോസഫ് മരണപ്പെട്ടിരിക്കുന്നത്. ഇനിയും പെൻഷൻ നൽകിയില്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഇദ്ദേഹം പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു കത്ത് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ജോസഫ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്ത അയൽവാസികളാണ് വീട്ടിൽ ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. തനിക്കും കിടപ്പ് രോഗിയായ മകൾക്കും പെൻഷൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം മുട്ടാത്ത വാതിലുകളൊന്നുമില്ല. മന്ത്രി മുതൽ എല്ലാവർക്കും അദ്ദേഹം പരാതി നൽകിയിരുന്നു. ഇനിയും ഈ സർക്കാരിനെ വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്ന് ബോധ്യമായതോടെയാണ് വി പാപ്പച്ചൻ എന്ന ജോസഫ് വീട്ടിൽ തൂങ്ങി മരിച്ചിരിക്കുന്നത്. നിരവധി പേരോട് ഇദ്ദേഹം കടം വാങ്ങിയിരുന്നു. ഓരോ ദിവസവും ഇത്തരത്തിലാണ് ഇദ്ദേഹം ജീവിതം തള്ളി നീക്കിയത്. അതേസമയം ജോസഫിന്റെ മരണത്തെ ഇപ്പോൾ പഞ്ചായത്ത് അധികൃതർ പോലും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ജോസഫിന്റെ മരണം പെൻഷൻ കിട്ടാത്തത് കൊണ്ടല്ല എന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. പെൻഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇക്കഴിഞ്ഞ നവംബർ 9-ന് അധികൃതർക്ക് ജോസഫ് പരാതി നൽകിയിരുന്നു. മന്ത്രിക്കും കളക്ടർക്കും പെരുവണ്ണാമൊഴി പോലീസ്, പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്കാണ് ഇദ്ദേഹം പരാതി നൽകിയത്. 15 ദിവസത്തിനകം മകളുടെയും തന്റെയും പെൻഷൻ നൽകിയില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ കെട്ടിത്തൂങ്ങി മരിക്കുമെന്നാണ് അദ്ദേഹം എഴുതിയത്. കടം വാങ്ങാൻ ഇനി ആരുമില്ലെന്നും അദ്ദേഹം ഈ കത്തിൽ സൂചിപ്പിച്ചിരുന്നു. തന്റെ കിടപ്പ് രോഗിയായ മകൾ 47-കാരെ ജിൻസിയെ അനാഥാലയത്തിൽ മാറ്റിയതിന് പിന്നാലെയാണ് ഇദ്ദേഹം ജീവനൊടുക്കിയിരിക്കുന്നത്. അതേസമയം നമ്പർ 1 കേരളത്തിൽ പെൻഷൻ നൽകാത്തതിന്റെ വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇതിന് മുമ്പുമുണ്ടായിരുന്നു. ഇതിനു മുമ്പ് പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് മൺചട്ടിയുമായി ഭിക്ഷ യാചിച്ചതോടെയാണ് അടിമാലിയിലെ വയോധികരായ മറിയക്കുട്ടിയും അന്നക്കുട്ടിയും ഒക്കെ ചർച്ചാ വിഷയമായത്. പെൻഷൻ മുടങ്ങി ഭിക്ഷ യാചിച്ച മറിയക്കുട്ടിയുടെ വീട്ടിൽ അന്ന് മറിയക്കുട്ടിയെ കാണാൻ സുരേഷ് ഗോപി എത്തിയിരുന്നു. തുടർന്ന് സുരേഷ് ഗോപിയാണ് മറിയക്കുട്ടിക്ക് സഹായം ഉറപ്പാക്കിയത്. മറിയക്കുട്ടിയുടെ ദുരിത ജീവിതം നേരിൽ കണ്ടറിഞ്ഞ സാഹചര്യത്തിൽ വേണ്ട സഹായങ്ങൾ ചെയ്യുമെന്ന് സുരേഷ് ഗോപി അന്ന് ഉറപ്പുകൊടുത്തിരുന്നു. മറിയക്കുട്ടിക്കെതിരെ വ്യാജ പ്രചരണമുണ്ടായിരുന്നു. അതിന് ഹൈക്കോടതിയെ സമീപിക്കാനും സുരേഷ് ഗോപി നിർദ്ദേശിച്ചിരുന്നു. സർക്കാരിൽ നിന്ന് പെൻഷൻ മുടങ്ങിയതോടെയാണ് മറിയക്കുട്ടി ഭിക്ഷ യാചിച്ച് എത്തുന്നത്. എന്നാൽ മറിയക്കുട്ടിക്ക് ഭൂമിയും വീടുമുണ്ട് എന്നൊരു വ്യാജ പ്രചരണം നടത്തിയിരുന്നു. ഇതിനെതിരെ മറിയക്കുട്ടി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഭൂമിയില്ലെന്ന ഒടുവിൽ വില്ലേജ് ഓഫീസർ സാക്ഷ്യപത്രം നൽകിയതിനെ തുടർന്ന് ഹർജി നൽകാൻ മറിയക്കുട്ടി ഒരുങ്ങുകയായിരുന്നു. കോടതി ഇടപെട്ട് ഇത്തരം പ്രചാരണങ്ങൾ തടയണമെന്നും കൃത്യമായി പെൻഷൻ നൽകാൻ നടപടി ഉണ്ടാകണമെന്നായിരുന്നു മറിയക്കുട്ടി ആവശ്യപ്പെട്ടത്. ഒരുപക്ഷെ മറിയക്കുട്ടി അന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ഇപ്പോൾ കൃത്യമായിട്ട് പെൻഷൻ നൽകിയിരുന്നെങ്കിൽ ഇന്നൊരു ജീവൻ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെടില്ല എന്നാണ് നിലവിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം കമന്റുകൾ വരുന്നത്. പെൻഷൻ മുടങ്ങിയതിനെ തുടർന്നാണ് അടിമാലിയിലെ വയോധികര അന്നക്കുട്ടിയും മറിയക്കുട്ടിയും ഒക്കെ ഭിക്ഷ യാചിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങിയത്. ഇതിന് പിന്നാലെ മറിയക്കുട്ടിക്ക് ഭൂമിയും വീടുമുണ്ടെന്നൊരു കള്ളപ്രചരണം പോലും മാധ്യമങ്ങൾ നടത്തി. CPM പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്നാണ് മറിയക്കുട്ടി പറയുന്നത്. തനിക്ക് ഭൂമി എവിടെയെന്ന് കാണിച്ചു തരാൻ CPM തയ്യാറാകണമെന്ന് മറിയക്കുട്ടി ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ജോലിയുള്ള മക്കളെയും CPM കാണിച്ചു തരണമെന്ന് മറിയക്കുട്ടി ആവശ്യപ്പെട്ടു. ഭിക്ഷ യാചിച്ച് തെരുവിൽ ഇറങ്ങിയതോടെ CPM തന്നെ ഭീഷണിപ്പെടുത്തുകയാണെന്നും വീടിന് നേരെ കല്ലേറുണ്ടായെന്നും മറിയക്കുട്ടി ആരോപിച്ചിരുന്നു. അതേസമയം പെൻഷൻ നൽകാത്ത സർക്കാർ പണം ദൂർത്തടിക്കുകയാണ് എന്നായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും വ്യക്തമാക്കിയത്. ഇതിനിടെ സംസ്ഥാന ബഡ്ജറ്റിൽ ക്ഷേമ പെൻഷൻ വർധനവ് പ്രഖ്യാപിക്കണമെന്ന് LDF-ൽ നിന്ന് സമ്മർദ്ദം ശക്തമായിരിക്കെ അതിനായി പണം കണ്ടെത്താൻ കഴിയാതെ ധനവകുപ്പും നെട്ടോട്ടമോടുന്നു. 1600 രൂപയാണ് ഇപ്പോൾ നൽകുന്ന പ്രതിമാസ പെൻഷൻ. ഇതാകട്ടെ കൃത്യമായി നൽകാൻ ഒന്നും കഴിയുന്നില്ല. ഈ മാസത്തെ പെൻഷൻ കൂടി ചേർത്താൽ ഇപ്പോൾ തന്നെ 5 മാസത്തെ പെൻഷനാണ് കുടിശ്ശിക. ക്ഷേമ പെൻഷൻ വിതരണത്തിനായി കുറച്ചെങ്കിലും പണം കണ്ടെത്തുന്നതിനായി ലിറ്ററിന് 2 രൂപ നിരക്കിൽ ഇന്ധന സെസ് ഏർപ്പെടുത്തിയെങ്കിലും ആകെ 750 കോടി രൂപ മാത്രമാണ് ഇതുവരെ പിരിഞ്ഞു കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒരു മാസത്തെ പെൻഷൻ പോലും നൽകാൻ പണം തികയില്ല. 900 കോടി രൂപ വേണം ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിനെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റായതിനാൽ ക്ഷേമ പെൻഷൻ കൂടണമെന്ന ആവശ്യം CPM-ൽ നിന്ന് ഉയർന്നിരിക്കുന്നു. താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തകർ നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭിക്കുന്നില്ല എന്നതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഈ വിമർശനം നേരിടാൻ പെൻഷൻ വർധന കൊണ്ട് ഒരു പരിധിവരെ കഴിയുമെന്നാണ് ഇവർ വിലയിരുത്തുന്നത്. 2021-ൽ ഒന്നാം പിണറായി സർക്കാർ അവതരിപ്പിച്ച അവസാന ബഡ്ജറ്റിലായിരുന്നു ക്ഷേമ പെൻഷൻ 100 രൂപ കൂട്ടിയത്. തുടർന്ന് 1600 രൂപയാക്കി. KN ബാലഗോപാൽ ഇതിനകം 3 ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുമെന്നായിരുന്നു ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനം. എന്നാൽ ഇതുവരേക്കും ഇത് നടപ്പിലാക്കിയിട്ടില്ല. ഇതിലും വലിയ പ്രതിസന്ധി അടുത്ത വർഷം, ഈ വർഷത്തേക്കാൾ പ്രതിസന്ധിയാണ് അടുത്ത വർഷം സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അതിനാൽ
അതിനാൽ പെൻഷൻ വർധനവും സർക്കാർ ജീവനക്കാർക്ക് മറ്റുമുള്ള കുടിശ്ശിക വിതരണവും അടുത്ത വർഷം നിറവേറ്റാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ധനവകുപ്പും ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.